ഹലോ ഗായ്സ്, ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ എൻ്റെ കോളേജ് ചങ്സിനെ മീറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. നേരെ വണ്ടിയും എടുത്ത് രാമപുരത്തേക്ക് പുറപ്പെട്ടു. നാട്ടിൽ മഴയില്ലായിരുന്നെങ്കിലും പോകുന്ന വഴി ചെറിയ മഴ പെയ്തിരുന്നു. ആദ്യം തന്നെ എൻ്റെ സുഹൃത്ത് അപർണ എന്ന ആപ്സിനെ കാണാനാണ് ഞാൻ തീരുമാനിച്ചത്. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നേഹ എന്ന ഞങ്ങളുടെ മാമാട്ടിയെ കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് നമ്മുടെ സായ്ക്കുട്ടി കോഴിയെ പിടിക്കുന്ന രസകരമായ കാഴ്ചകളാണ്. ഞങ്ങൾ വീട്ടിനകത്തേക്ക് കയറി. ചേട്ടനും ചേച്ചിയും അച്ഛനും അച്ഛമ്മയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സുബിൻ ബ്രോ കടന്നു വന്നത്. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട് സലാഡും കൊണ്ടായിരുന്നു മച്ചാൻ വന്നിരുന്നത്. അങ്ങനെ അതും കഴിച്ച് ഹൃദ്യ എന്ന ഉണ്ണിമോളെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ നേരെ ഉണ്ണിമോളെ കാണാൻ പോയി. അവളുണ്ടാക്കിയ മനോഹരമായ നെറ്റിപ്പട്ടം അവളുടെ വീടിൻ്റെ ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം പല സൈസിൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ അവിടെ നിന്നും യാത്ര പറഞ്ഞുകൊണ്ട് അടുത്തതായി നേരെ ഞങ്ങളുടെ സ്വന്തം ഫെമിസ് ബ്രോയെ കാണാൻ വേണ്ടി ഇറങ്ങി. ഫെമിസ് ബ്രോ ഞങ്ങളെയും കാത്ത് അക്ഷമനായി വീടിൻ്റെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം ഫുഡ് കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി കബ്സ ഫെബീസ് ബ്രോയുടെ ഉമ്മ തയ്യാറാക്കി വെച്ചിരുന്നു. ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങി കാറ്റാടിപ്പാടം സന്ദർശിക്കാൻ തീരുമാനിച്ചു. കോളേജ് കാലഘട്ടത്തിലെ ഞങ്ങളുടെ പ്രധാന ഒരു സ്പോട്ടായിരുന്നു ഈ കാറ്റാടിപ്പാടം എന്നത്. പ്രകൃതിയും ആസ്വദിച്ചുകൊണ്ട് നല്ല ചൂട് ചായയും പൊരിക്കടികളും കഴിക്കാം. സമയം 6 മണിയായിരിക്കുന്നു. പഴംപൊരിയും കഴിച്ച് ഞങ്ങൾ ഹാജീസ് ഫുഡ് പാർക്കിലേക്ക് ഞങ്ങൾ നേരെ വിട്ടു. അങ്ങനെ ഞങ്ങൾ ഹാരീസ് ഫുഡ് പാർക്കിലെത്തി. കുഴിമന്തി, ബ്രോസ്റ്റ്, ഷവർമ, ബിരിയാണി തുടങ്ങിയ ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അവർ ഒരുക്കിയിട്ടുണ്ട്. 50 രൂപയാണ് ഇവിടെ കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത്. മുതിർന്നവർക്ക് ടിക്കറ്റ് ഇല്ല. അങ്ങനെ കുറച്ചു നേരം സമയം ചിലവഴിച്ച ശേഷം ഷവർമ കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയ ഷവർമ തന്നെയായിരുന്നു. അങ്ങനെ ഷവർമയ്ക്ക് ശേഷം ഞങ്ങൾ പിരിയുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും നമുക്ക് കാണാമെന്ന് പ്രതീക്ഷയോടെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബായ്.